ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100ഉം 60ഉം 30ഉം മേനിയായി വലിയൊരു വിളവേകിടാം. 100ഉം 60ഉം 30ഉം മേനിയായി വലിയൊരു വിളവേകിടാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹൂദ ജാതിയെ മുന്തിരിവള്ളിയോട് സാദൃശ്യപ്പെടുത്തി യെശയ്യാ 7 പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. സങ്കീർത്തനം 80:8 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, അത് ദേശത്ത് വേരൂന്നി പടർന്നു, അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. ഈ വിധത്തിൽ ദൈവം നട്ട മുന്തിരിവള്ളി വെറും കാട്ടുമുന്തിരിവള്ളിയായി തീർന്നു എന്ന യിരെമ്യാവ് 2:21 വായിക്കുന്നത്. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? യഹൂദജനം കാട്ടുമുന്തിരിവള്ളിയായിട്ടും ദൈവം അവരെ കൈവിട്ടില്ല. പ്രവാചകന്മാരിൽ കൂടി അവരെ ഉദ്ധരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർ പ്രവാചക ശബ്ദം അനുസരിച്ചില്ല. തൽഫലമായി ഒരു ചെറിയ കൂട്ടത്തെ മാത്രം ശേഷിപ്പിച്ച് ബാക്കി എല്ലാവരെയും പ്രവാസത്തിലേക്ക് നടത്തി. എന്നാൽ ശേഷിപ്പും ദൈവഹിതം പ്രമാണിപ്പാൻ തയ്യാറായില്ല. തുടർന്ന് ദൈവം തൻ്റെ ഹിതം ഒരു വ്യക്തിയിൽ കൂടി പ്രാവർത്തികമാക്കും എന്ന് പ്രവാചകന്മാരിൽ കൂടി പറഞ്ഞു. ആ പ്രവചനം യെശയ്യാ 53:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. എല്ലാവരുടെയും അകൃത്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റെടുക്കുന്ന യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ് യെശയ്യാവിൽ കൂടി നൽകിയത്. ഇവിടെ യേശുവിനെ കുറിച്ച് കഷ്ടം സഹിക്കുന്ന ദാസനായിട്ടാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 15:1. ദൈവം നട്ട ഇസ്രായേലാകുന്ന മുന്തിരിവള്ളി സാക്ഷാൽ മുന്തിരിവള്ളിയാകാതെ വന്നതിനാൽ തോട്ടക്കാരനായ ദൈവം നട്ട സാക്ഷാൽ മുന്തിരിവള്ളിയാണ് യേശു ക്രിസ്തു. യഹൂദ ജാതിക്ക് മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന മുന്തിരിവള്ളിയോട് ചേർക്കപ്പെടുന്ന എല്ലാവർക്കും ഫലം കായ്ക്കുന്നതിനുള്ള ജീവരസം എന്നിലുണ്ടെന്ന കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത്. അവനിൽ നിന്നുള്ള ജീവരസം ലഭിക്കണമെങ്കിൽ നാം മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പുകളായിത്തീരണം. യോഹന്നാൻ 15:4 പറയുന്നത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയില്ല. നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കും. അപ്പോൾ അവനിൽ നിന്നുള്ള ജീവരസം നമ്മിലേക്ക് ഒഴുകി നാം ഫലം കായ്ക്കുന്നവരാകും. നമ്മിൽ 100ഉം 60ഉം 30ഉം മേനി ഫലം ഉണ്ടാകണമെന്ന കർത്താവ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ക്രിസ്തുവിൽ വസിച്ച ശേഷവും ഫലം കായ്ക്കാത്ത കൊമ്പുകളായി തീരാം. അങ്ങനെയുള്ള കൊമ്പുകളെ വെട്ടിക്കളയുകയും അവയെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. യോഹന്നാൻ 15:6 വാക്യം. ത്രോൺ ഇൻ ടു ഫയർ ആൻഡ് ബേൺഡ്. ഇതിന് ഉദാഹരണമാണ് യൂദയുടെ ജീവിതം. 3.5 വർഷമാണ് യൂദ കർത്താവിനോടുകൂടി നടന്നത്. ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ട്രസ്റ്റി യോഹന്നാൻ 12:6. കർത്താവിനോടുകൂടി നടക്കുകയും പണസഞ്ചിയിൽ നിന്ന് ആരും അറിയാതെ പണം മോഷ്ടിക്കുകയും ചെയ്തിരുന്ന യൂദ, ബാഹ്യമായി കർത്താവിനോട് കൂടെ നടന്നവൻ, എന്നാൽ ആന്തരികമായി കർത്താവുമായി യാതൊരു ബന്ധവുമില്ലാത്തവൻ. ഫലം കായ്ക്കാതിരുന്ന യൂദ കെട്ടിത്തൂങ്ങി തലകീഴായി വീണ് നടുവെ പിളർന്ന് മരിച്ചു. മത്തായി 27:5, പ്രവൃത്തി 1:18. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വിശ്വാസിയാകണം. ക്രിസ്തുവുമായി അഭേദ്യമായ ബന്ധമുണ്ടാകണം. അതായത് ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തു നമ്മിലുണ്ടായിരിക്കണം. അനേക ക്രിസ്ത്യാനികളും യൂദയെ പോലുള്ള ജീവിതമാണ് നയിക്കുന്നത്. ബാഹ്യമായ എല്ലാമുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്,
കൂട്ടായ്മയുണ്ട്. സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൈതുറന്ന് നൽകും. സഭയുടെ കമ്മിറ്റികളിൽ പ്രവർത്തിച്ച് എല്ലാറ്റിനും നേതൃത്വം നൽകും. ഒരു നല്ല ക്രിസ്ത്യാനി. പക്ഷേ ഉള്ളിൽ കർത്താവില്ല. ആന്തരികമായി കർത്താവുമായി യാതൊരു ബന്ധവുമില്ല. കർത്താവ് പറഞ്ഞ കപടഭക്തൻ, വെള്ള തേച്ച ശവക്കല്ലറ, പുറം വെടിപ്പാക്കിയ കിണ്ടിക്കിണ്ണം. കർത്താവ് പറയുന്നത് അങ്ങനെയുള്ളവരെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന. മത്തായി 21:29 ഫലം കായ്ക്കാത്ത അത്തിയെ കണ്ട് പറയുന്നത്, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതിരിക്കട്ടെ. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ക്രിസ്ത്യാനി എന്നതിലുപരി ഒരു വിശ്വാസിയായി നാം ക്രിസ്തുവിൽ വസിക്കണം. എന്നാൽ ഫലം കായ്ക്കുന്ന കുമ്പിനെ അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തിവെടിപ്പാക്കും. യോഹന്നാൻ 15:2. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും വേദനകളും അധിക ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് നടത്തുന്ന ചെത്തിവെടിപ്പാക്കലുകളാണ്. ഈ വിധത്തിലുള്ള ചെത്തിവെടിപ്പാക്കലുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി അധിക ഫലം കായ്ക്കുന്ന ക്രിസ്തു വസിക്കുന്ന കൊമ്പുകളായി നമുക്ക് തീരാം. കർത്താവേ, എന്നെ ചെത്തി വെടിപ്പാക്കി നിനക്ക് വേണ്ടി അധിക ഫലം കായ്പാൻ ഒരുക്കണമേ. ആമേൻ. വചനമായി വന്ന നാഥൻ ജീവമുന്തിരി വള്ളിയായോ, അവനോടു ചേർന്നിരുന്നാൽ നാമും ഫലമേകും കൊമ്പുകളാം. അവനോടു ചേർന്നിരുന്നാൽ നാമും ഫലമേകും കൊമ്പുകളാം. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാം, ഉയരത്തിൽ ഫലമാർന്നിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം. 100, 60, 30 മേനിയായി വലിയൊരു വിളവേകിടാം.